വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കൂൺ അഥവാ മഷ്റൂം മെഴുക്കുപുരട്ടി. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഞാനിവിടെ 250 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള കൂണ് തിരഞ്ഞെടുക്കാവുന്നതാണ്. 250 ഗ്രാം കൂൺ ഉപയോഗിച്ച് 2 പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവിൽ മെഴുക്കുപുരട്ടി തയ്യാറാക്കാം. കൂൺ കഴുകേണ്ട ആവശ്യമില്ല. ഒരു ടിഷ്യൂ പേപ്പറോ തുണിയോ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുത്താൽ മതിയാകും. കഴുകിയാൽ കൂണ് വെള്ളത്തിൽ കുതിർന്നു പോകും. അതുപോലെ തന്നെ കൂണിൻ്റെ ഈ തണ്ട് കളയേണ്ട കാര്യമില്ല. ഇതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കൂൺ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നടുവെ ഇതുപോലൊന്ന് മുറിക്കുക. അങ്ങനെ കിട്ടിയ ഓരോ പീസിനെയും സവോളയൊക്കെ സ്ലൈസ് ചെയ്യുന്നത് പോലെ ഇതുപോലെ സ്ലൈസ് ചെയ്യുക. തീരെ കനം കുറയ്ക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. മുഴുവൻ മഷ്റൂമും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ വലിയ ക്വാണ്ടിറ്റി തോന്നുമെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചേ കാണുകയുള്ളൂ. ഇനി മഷ്റൂം മെഴുക്കുപുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. പിന്നീട് എണ്ണ നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടിത്തരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കുക. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് നടുവേ കീറിയത്, 1-2 തണ്ട് കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ചെറിയുള്ളി അത്യാവശ്യം ഒന്ന് വാടുന്നതുവരെ ഏകദേശം 1.5 മിനിറ്റ് നേരമാണ് ഇളക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂം ചേർക്കുക. പിന്നീട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഒരു കാരണവശാലും കുറച്ച് വയ്ക്കരുത്. തീ കുറച്ചു വെച്ച് കഴിഞ്ഞാൽ മഷ്റൂമിൽ നിന്നും കൂടുതൽ വെള്ളമിറങ്ങും. ആദ്യത്തെ 2 മിനിറ്റ് നേരം ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് നേരം കഴിയുമ്പോൾ മഷ്റൂമിൽ നിന്നും ഇതുപോലെ കുറേശ്ശെ വെള്ളമിറങ്ങി തുടങ്ങും. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പൊക്കോളും. ഇനി അടുത്ത 3 മിനിറ്റ് നേരം ഇടവിട്ട് ഇളക്കി കൊടുക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാരണവശാലും ഇത് അടച്ചു വെച്ച് വേവിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം വറ്റിപ്പോവില്ല. മാത്രമല്ല കൂടുതൽ വെള്ളം ഇറങ്ങുകയും ചെയ്യും. മഷ്റൂം ഇപ്പോൾ ടോട്ടൽ 5 മിനിറ്റ് നേരം വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, അതോടൊപ്പം തന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് നമ്മൾ ഏറ്റവും അവസാനം ചേർത്തതും മഷ്റൂമിൽ നിന്നും വെള്ളം ഇറങ്ങാതിരിക്കാനാണ്. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. മഷ്റൂം മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയ ഉടനെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചോറിനൊപ്പം മാത്രമല്ല 2 ബ്രെഡ് സ്ലൈസുകൾക്കിടയിൽ വെച്ച് ഒരു സാൻഡ്വിച്ച് ആയിട്ട് വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.